ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈ സ്റ്റാൻഡ് എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻഡായത് ജോ ആണെങ്കിൽ അവൻ്റെ ATM കാർഡ് ഇങ്ങനെ അവൻ്റെ വീട്ടിൽ ചെന്ന് എടുക്കാൻ ശ്രമിക്കുന്ന ടൈമിന് സോൾ അങ്ങോട്ട് കയറി വരുന്നതും ഇവനെ കാണുന്നതും കാണിച്ചുകൊണ്ടായിരുന്നു. ഇവർ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് സോള് ഇങ്ങനെ ജോയിനെ കണ്ടിട്ട് ജോ ആണെങ്കിൽ മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ അതൊരു കള്ളനാണെന്ന് കരുതിയിട്ട്, നീ ആരാ, നീ എന്തിനാ ഈ വീട്ടിൽ കയറിയത്, ഇത് ആരുടെ വീടാണെന്ന് നിനക്കറിയാവോ, നിൻ്റെ കൈ ഉയർത്തിയിട്ട് പതുക്കെ ഇങ്ങോട്ടേക്ക് തിരിയാനായിട്ട് പറയാണ്. ജോ ആ സമയം അവൻ്റെ കൈ ഉയർത്തുന്നുണ്ട്, എന്നാൽ അവൻ തിരിയുന്നില്ല. ഈ ഒരു ടൈമിൽ സോളാണെങ്കിൽ പതുക്കെ നടന്ന് ഇവൻ്റെ അടുത്തേക്ക് എത്താണ്. അങ്ങനെ തൊട്ടടുത്തെത്തിയതും തന്നെ കാണുമെന്ന് ഉറപ്പായതും ജോ അവൻ്റെ കയ്യിലിരുന്ന് ടോർച്ച് കൊണ്ട് സോളിനെ അടിച്ചിട്ട് ഓടാണ്. എന്നാൽ സോളും എഴുന്നേറ്റ് പുറകെ ഇടുന്നുണ്ട്. എന്നാൽ സോള് പോകുന്ന വഴിക്ക് വന്ന് വീഴുന്നതുകൊണ്ട് തന്നെ അവന് ജോയിനെ പിടിക്കാനും പറ്റുന്നില്ല. ജോ അങ്ങ് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നത് ജോ പെട്ടെന്ന് തന്നെ വന്ന് അവൻ്റെ വീട്ടിൽ കയറുന്നതാണ്. ഈ ഒരു ടൈമിൽ അവൻ്റെ അമ്മ അവിടെ സോഫയിൽ കിടന്നിറങ്ങുന്നുണ്ടായിരുന്നു. അവനങ്ങനെ വന്നിട്ട് അവൻ്റെ മാസ്ക് തൊപ്പി എല്ലാം മാറ്റിയിട്ട് അവൻ എടുത്തുകൊണ്ട് വന്ന അവൻ്റെ ATM കാർഡ് ഉണ്ടാകും എന്നുള്ള ആ ഒരു ബാഗ് നോക്കിയപ്പോൾ അവൻ്റെ ID കാർഡും സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ATM കാർഡ് ഇല്ലായിരുന്നു. ആ സമയം അവനാണെങ്കിൽ എന്തൊരു കഷ്ടമായത്, ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, ഉദ്ദേശിച്ച സംഭവം കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് അവനാണെങ്കിൽ അവൻ ജെയ്ക്കിൻ്റെ ബോഡിയിലായതിനു ശേഷം സോളിനെ ഫസ്റ്റ് മീറ്റ് ചെയ്തതും ഇപ്പോൾ അവനെ കണ്ടുപിടിക്കാനായിട്ട് സോൾ തൊട്ടടുത്തെത്തിയപ്പോൾ അവൻ്റെ ടോർച്ച് കൊണ്ട് തലക്കടിച്ചിട്ട് ഓടിയതും ഇതൊക്കെ ഇങ്ങനെ ജോ ആലോചിച്ചിട്ട് സോള് തൻ്റെ മുഖം കണ്ടിട്ടുണ്ടായിരിക്കുമോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ആ ഒരു ടൈമിന് നമ്മുടെ ജോയുടെ അമ്മ സോഫയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെ ചുമച്ചിട്ട് ജോ നീയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റിട്ടുണ്ട്. അമ്മ എന്ത് പറ്റി, ഞാൻ അമ്മേനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ അമ്മ പതുക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ജോ എനിക്ക് വയ്യ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോ അടുത്ത് നിന്നിട്ട് എന്താ പറ്റി അമ്മ അമ്മ എന്നിങ്ങനെ വിളിച്ച് ചോദിക്കുകയാണ്. ഈ ഒരു ടൈമിന് ജോയുടെ അമ്മയുടെ ബോധം പോയിട്ട് ജോയുടെ അമ്മ അവൻ്റെ തോളിലേക്ക് ചാങ്ങി വീണിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് ജോ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതാണ്. അവൻ്റെ അമ്മേനെ ഓൾറെഡി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ അങ്ങോട്ടേക്ക് വരാണ്. വന്നിട്ട് ജോയുടെ അടുത്ത് അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ജോ ആ സമയം അതിന് മറുപടി അറിയുന്നില്ല. അതിനുശേഷം ഇവർക്കുണ്ടാകും കുടിക്കാനായിട്ട് കോഫി വാങ്ങിച്ചോണ്ടവരാണ്. അങ്ങനെ ഇവരുടെ അടുത്ത് ഇരിക്കുന്ന ടൈമിന് ആണെങ്കിൽ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ അമ്മയ്ക്ക് പൾമണറി എഡേമ ആണെന്ന് പറയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സിൽ ഒരുപാട് ഫ്ലൂയിഡ് ഇങ്ങനെ എക്സസ് ആയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ആവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇതൊരു ഹാർട്ട് കണ്ടീഷനൊക്കെ കൊണ്ട് ഉണ്ടാകുന്നൊരു സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. കാരണം ഈ ഒരു സീരീസിൽ ഇത് കേട്ടപ്പോഴാണ് ഇങ്ങനൊരു രോഗമുള്ളത് തന്നെ ഞാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു അസുഖമാണെന്ന് പറഞ്ഞതും ഉട്ടാണെങ്കിൽ പൾമണറി എഡേമയോ അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. ഈ ഒരു ടൈമിൽ ജോ ആണെങ്കിൽ എന്തു പറയാനാ, അമ്മ ഈ കഴിഞ്ഞ 2 വർഷം ഞാൻ കോമയിൽ കിടക്കുന്ന ടൈമിന് എന്നെ രക്ഷപ്പെടുത്താനായിട്ട് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ ആയല്ലോ എന്ന് പറയാണ്. ആ സമയം തൊട്ട് അതൊന്നും കുഴപ്പമില്ല, ഇതിൽ നിനക്ക് വേറെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, നിന്നെ സ്വയം കുറ്റം പറയാനും പറ്റത്തില്ല, പിന്നെ ആരെങ്കിലും കുറ്റം പറയണമെങ്കിൽ നിൻ്റെ വിധീനെ നീ പറയാനായിട്ട് പറയാണ്. എന്നിട്ട് പക്ഷെ നീ ടെൻഷൻ അടിക്കുന്നത് വേണ്ട, എൻ്റെ ഒരു ബന്ധത്തിലുള്ളൊരു റിലേറ്റീവ് ഉണ്ട്, അയാൾക്ക് ഇതേപോലെ പൾമണറി എഡേമയാണ്. പക്ഷേ അയാൾ നല്ല ഓക്കെ ആയി വന്നു. ഇപ്പോഴത്തെ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ സംഭവമൊക്കെ നടന്നല്ലോ. അപ്പോൾ രോഗം മാറ്റാനും പറ്റും. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല, നീ എന്നെ വിശ്വസിക്കാനായിട്ട് പറയാണ്. ഇവരുടെ തന്നെ ഉട്ടിനൊരു കോൾ വരികയാണ്. അങ്ങനെ കോൾ എടുത്തിട്ട് സംസാരിക്കുകയാണ്. ആ സമയം മിങ്ങോ, ആ ഓക്കെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കോൾ കെട്ടിയാണ്. ജോ ആ സമയം എന്താ കാര്യമെന്ന് വെച്ചപ്പോൾ ഉട്ടാണെങ്കിൽ അത് പിന്നെ കമ്പനിയിൽ ആരോ ഒരാൾ മിങ്ങുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു, ഞാനതൊന്ന് പോയി സോൾവ് ചെയ്തിട്ട് വരാം, പിന്നെ ഇന്ന് നീ ജോലിക്ക് വരാൻ നിൽക്കണ്ട, അമ്മേടെ കൂടെ നിന്നോന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നേരെ തിരിച്ച് ഓഫീസിലേക്ക് എത്തിയപ്പോൾ മിങ്ങിൻ്റെ കൂടെ വഴക്കുണ്ടായിക്കൊണ്ടിരുന്ന മറ്റാരുമല്ല സോളായിരുന്നു. ആക്ച്വലി കഴിഞ്ഞ ദിവസം ഇതുപോലെ സോൾ വീട്ടിൽ ചെന്നപ്പോൾ മിങ്ങിൻ്റെ വീട്ടിലൊരു കള്ളൻ കയറി എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്കും മിങ് അത് വിശ്വസിച്ചില്ല. മിങ് കള്ളനൊന്നും കയറിയിട്ടില്ല, നീ വന്ന് കയറിയിട്ട് കള്ളനാണെന്ന് പറഞ്ഞ് കള്ളം പറയുകയാണെന്നും പറഞ്ഞ് സോളുമായിട്ട് വഴക്കുണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. സമയം അതിൻ്റെ ഇടയിൽ വന്ന് കയറുന്നുണ്ട്. എന്നാൽ അത് രണ്ടും നിർത്തുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സോള് ജോ മരിച്ചത് നീ കാരണമാണെന്നൊക്കെ പറയുമ്പോൾ മിങ്ങാണെങ്കിൽ അവൻ മരിച്ചിട്ടൊന്നുമില്ല, വെറുതെ അനാവശ്യം പറയുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അടിയാവാണ്. അവരപ്പോൾ തടയുന്നുണ്ട് ഈ ഒരു ടൈമിന് ജോ അങ്ങോട്ടേക്ക് വരായിരുന്നു. ഇവരിങ്ങനെ അടി ഉണ്ടാക്കുന്നുണ്ടതും ജോ അവിടെ സൈഡിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ സമയം വീണ്ടും മിങ്ങും സോളും തമ്മിലിങ്ങനെ തർക്കമാവാണ്. മിങ് എന്തായാലും കള്ളനൊന്നും കയറിയിട്ടില്ല, നീ തന്നെയാണ് അവിടെ കയറിയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സോളാണെങ്കിൽ ആനല്ല കയറിയത്, കള്ളൻ തന്നെയാണ് എന്നൊക്കെ പറയാണ്. ആ ഒരു ടൈമിന് ഉട്ടാണെങ്കിൽ മിങ്ങിൻ്റെ അടുത്ത് ക്യാഷ് എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം മിങ്ങാണെങ്കിൽ കുറച്ച് ക്യാഷും പിന്നെ ID കാർഡ്, ജോയുടെ ID സംഭവമൊക്കെ പോയിട്ടുണ്ടെന്ന് പറയാണ്.
ആ സമയം സോളാണെങ്കിൽ ഒരുപക്ഷെ ജോയിയുടെ കാർഡും സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നതായിരിക്കും. എന്നെ കണ്ടതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റാതെ പോയതായിരിക്കും എന്ന് പറയാണ്. ഈ സമയം വിട്ടു പക്ഷേ ജോയിയുടെ കാർഡ് കിട്ടിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാനാ, പാസ്വേഡ് അയാൾക്ക് അറിയത്തില്ലായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് മിങ്ങാണെങ്കിൽ അതെങ്ങനെയും കണ്ടുപിടിക്കണം, ആരാ കയറിയെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ വിട്ട് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെ വിളിച്ചിട്ട് വേണം ഇത് അന്വേഷിക്കാൻ. പോലീസ് ഇത് അറിയാൻ പാടില്ല, പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ മീഡിയ അറിയൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം മിങ്ങാണെങ്കിൽ അക്കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. ആ സമയം അതാണെങ്കിൽ സോൾ എതിർക്കുന്നുണ്ട്. പക്ഷേ ഒട്ട് അവനല്ലേ ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത്, എല്ലാം അവൻ ഹാൻഡിൽ ചെയ്യട്ടെ എന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ടോണ്ട് നിന്നിട്ട് ജോയും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ജോ നേരെ അവൻ്റെ അമ്മയുള്ള ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. ജോ അവിടെ എത്തിയപ്പോഴത്തേക്കും അവൻ്റെ അമ്മ ഉറങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ അവൻ്റെ അമ്മയോട് ചെന്നിരിക്കുകയാണ്. ആ സമയം ജോയുടെ അമ്മ ഉണർന്നിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് എന്താ പറ്റിയത്, എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ ഒന്നുമില്ല, അത് പിന്നെ കറക്റ്റായിട്ടൊന്ന് ചെക്കപ്പ് ചെയ്താലേ എല്ലാം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, 1-2 ദിവസം കഴിഞ്ഞാലേ എന്താ കാര്യമെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, നല്ല ഉറക്കം കിട്ടാത്തതിൻ്റെ ആയിരിക്കും എന്ന് പറയാണ്. ആ സമയം ജോയുടെ അമ്മയും അങ്ങനെ ആയിരുന്നാൽ മതിയായിരുന്നു, അല്ല എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് വീട്ടിൽ പോയാലോ എന്ന് ചോദിക്കുകയാണ്. ജോ അപ്പോൾ അത് വേണ്ട, അമ്മ ഇവിടെ റെസ്റ്റ് എടുക്ക്, ഇവിടെ ആകുമ്പോൾ അമ്മയ്ക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കാനും പറ്റും, അമ്മേനെ നോക്കാനായിട്ട് ആൾക്കാരും ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ജോ ആണെങ്കിൽ മെഡിക്കൽ ബില്ല് അടയ്ക്കാനായിട്ട് നേരെ ചെല്ലാണ്. അങ്ങനെ ചെന്നിട്ട് ഇപ്പോഴത്തെ അതായത് ഇതുവരെയുള്ള ബില്ല് എത്രയായെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ബില്ലെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആയതിൻ്റെയും പിന്നെ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെയും പിന്നെ എക്സ്റേ സ്കാനിങ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതായിട്ടാണ് നമ്മുടെ ഇനിഷ്യൽ ഫസ്റ്റ് അടയ്ക്കേണ്ട ബില്ല്. പിന്നെ ആ ഒരു മെഡിക്കൽ ബില്ല് കൺക്ലൂഡ് ചെയ്ത് എത്രയായെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ഡോക്ടറിനെ പോയി മീറ്റ് ചെയ്ത് അയാളോട് സംസാരിക്കണമെന്ന് പറയാണ്. ആ സമയം ജോയി ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇത്രയും സംഭവങ്ങളെല്ലാം ചേർന്നിട്ടാണ് ഫസ്റ്റത്തെ ബില്ല് അടയ്ക്കേണ്ടതെന്ന് മനസ്സിലായപ്പോൾ ജോയ്ക്ക് മനസ്സിലായി ഒരുപാട് പൈസ വേണ്ടി വരുമെന്ന്. അവനങ്ങനെ ചെന്ന് നിന്നിട്ട് എന്താ ഇനി ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയമാണ് ടോങ്ങിൻ്റെ മാനേജർ ടോങ്ങിൻ്റെ സ്റ്റാൻഡിന് ആവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ജോയിൻ്റെ കയ്യിൽ ഒരു കാർഡ് കൊടുത്ത കാര്യം അവന് ഓർമ്മ വന്നത്. ആ ഒരു കാർഡ് ഇപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാർഡ് എടുത്തിട്ട് നമ്മുടെ ടോങ്ങിൻ്റെ മാനേജറിനെ കോൾ ചെയ്യാണ്. എന്നിട്ട് ജോ ആണെങ്കിൽ ഇത് ഞാൻ ജോ ആണ്, എനിക്ക് ടോങ്ങിൻ്റെ സ്റ്റാൻഡിന് ആവാൻ ആഗ്രഹമുണ്ടെന്ന് പറയാണ്. ഈ സമയം ടോങ്ങിൻ്റെ മാനേജറാണെങ്കിൽ അയ്യോ സോറി ജോ, ഓൾറെഡി നമുക്ക് ടോങ്ങിൻ്റെ സ്റ്റാൻഡിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. ഈ ഒരു ടൈമിൽ ടോങ്ങിനെ കാണിക്കുമ്പോൾ ടോങ്ങിൻ്റെ ഒരു ഫൈറ്റ് സീൻ ടോങ്ങിൻ്റെ സ്റ്റാൻഡിൻ അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞതും ഇത് ഷൂട്ട് ചെയ്ത ഡയറക്ടറാണെങ്കിൽ എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്, നല്ല സീനാണെന്ന് പറയാണ്. ടോങ് ആ സമയം ഇതൊന്നും പോരാ, ഇയാളിപ്പോൾ അഭിനയിച്ചത് കണ്ടു കഴിഞ്ഞാൽ അത് ഞാനാണെന്ന് കാണുന്നവർക്ക് തോന്നത്തില്ല, ഇത് ഞാനല്ലെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ ചെയ്തൊരു സീനിൽ ടോങ്ങിൻ്റെ അതായത് ടോങ്ങിൻ്റെ സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ, കുറുക്കും ഒക്കെ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് ടോങ് ആണെന്ന് തോന്നത്തില്ല എന്ന് പറയാണ്. ആ സമയം ഡയറക്ടറൊക്കെ പക്ഷേ നിന്നെപ്പോലെ തോന്നിക്കുന്ന നമുക്ക് കിട്ടിയ ഒരേ ഒരാൾ ഇതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഉണ്ടായിരുന്ന ഒരാൾ പോവുകയും ചെയ്തല്ലോ എന്ന് പറയുന്നുണ്ട്. ജോയിനെയാണ് ഉദ്ദേശിച്ചത്, അവൻ മരിച്ചു പോയല്ലോ. അതാണിപ്പോൾ ടോങ് ഇവിടെ പറഞ്ഞുദ്ദേശിച്ചത്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ജോ വരാണ്. ജോ വന്നിട്ട് നമ്മുടെ ടോങ്ങിൻ്റെ മാനേജറിൻ്റെ അടുത്ത് ഞാൻ എത്തി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടോങ്ങിൻ്റെ മാനേജറാണെങ്കിൽ ടോങ്ങിനെ കാണിച്ചിട്ട് ഇതാണ് ഞാൻ നിൻ്റെ സ്റ്റാൻഡിനാക്കണമെന്ന് വിചാരിച്ചിരുന്ന പയ്യൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പേര് ജോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടോങ് എഴുന്നേറ്റ് നിന്നിട്ട് ജോയിനൊന്ന് ചുറ്റി നോക്കുകയാണ്. നോക്കിയപ്പോൾ ടോങ്ങിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയം ടോങ് എൻ്റെ ഇപ്പോൾ സ്റ്റാൻഡിനായിട്ട് അഭിനയിച്ച ആളെക്കാളും ഇവനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാൻഡിനായിട്ട് തോന്നുന്നുണ്ട്, ഇവൻ എൻ്റെ സ്റ്റാൻഡിനായിട്ട് അഭിനയിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ട് ജോയിൻ്റെ അടുത്ത് ഡ്രസ്സ് മാറ്റാനായിട്ട് പറയാണ്. അങ്ങനെ ജോയ്ക്ക് ആ ഒരു സ്റ്റാൻസ് കിട്ടിയതുകൊണ്ട് തന്നെ ജോ സന്തോഷിക്കുന്നുണ്ട്. കാരണം അവൻ്റെ അമ്മയുടെ മെഡിക്കൽ ബില്ല് അടയ്ക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ജോ ഉടനെ തന്നെ ഡ്രസ്സ് മാറ്റാനായിട്ട് ചെല്ലാണ്. ഈ ഒരു ടൈമിന് ആ ഒരു ഡയറക്ടർ നമ്മുടെ ടോങ്ങിൻ്റെ അടുത്ത് പക്ഷേ ഇവനാണ് ഇനിയിപ്പോൾ നിൻ്റെ സ്റ്റാൻഡിനായിട്ട് അഭിനയിക്കാൻ പോകുന്നതെങ്കിൽ നിൻ്റെ സ്റ്റാൻഡിനായിട്ട് ആ പയ്യൻ ചെയ്ത എല്ലാ സീൻസും നമ്മൾ ഒന്നേന്ന് ഷൂട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറയാണ്. ആ സമയം ടോങ് ഈ സിനിമ ഇറക്കുന്നത് ഞാനല്ലേ, അതുകൊണ്ട് ഞാനിത് റീഷൂട്ട് ചെയ്യും, എനിക്കതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ജോ ആണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഫൈറ്റ് സീനായിട്ട് റെഡി ആയി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ടൈമിനാണ് അവൻ്റെ മനസ്സിൽ ഈ ഒരു ലൈഫിലും ഞാൻ ടോങ്ങിൻ്റെ സ്റ്റാൻഡിനാകുമെന്ന് ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചതല്ല എന്നിങ്ങനെ പറയാണ്. ഈ ഒരു ടൈമിന് ഡയറക്ടർ ആക്ഷൻ പറഞ്ഞതും ജോ ആണെങ്കിൽ അഭിനയിച്ച് തുടങ്ങുകയാണ്. ഈ സമയം മിങ്ങു അങ്ങോട്ടേക്ക് വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ ജോ അഭിനയിച്ച് കഴിഞ്ഞതും ടോങ്ങും എല്ലാവരും അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയാണ്. ഇതേ ടൈമിന് അങ്ങോട്ടേക്ക് മിങ്ങ് നിന്നിട്ട് അവൻ ടോങ്ങിനെ പോലെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് ടോങ് മിങ്ങിനെ ശ്രദ്ധിച്ചിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നോ, നീ എപ്പോഴാണ് വന്നതെന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം മിങ്ങ് അതിന് മറുപടി കൊടുക്കാതെ ടോങ്ങിൻ്റെ അടുത്ത് നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവനെ ഈ സമയം കൊണ്ട് എൻ്റെ സ്റ്റാൻഡിനാക്കിയേനെ എന്ന് പറയാണ്. ആ സമയം ടോങ് ആണെങ്കിൽ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ നീ എൻ്റെ ബിഗ്ഗസ്റ്റ് ഫാനല്ലേ, അതുകൊണ്ട് നീ പറയുന്ന പോലെ അവനെ ഞാൻ എൻ്റെ സ്റ്റാൻഡിലങ്ങ് ആക്കാമെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ടോങ് സമ്മതിച്ചുകൊണ്ട് തന്നെ ജോ
ജോയിനെ സ്റ്റാൻഡ് ആക്കുന്നതാണ് അതിൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട്. ടോങ്ങിൻ്റെ മാനേജർ കോൺട്രാക്റ്റും കൊണ്ട് ജോയുടെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു ബ്രേക്ക് ഉണ്ട് ഫുഡ് കഴിക്കാനുള്ള, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം, നീ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ജോ പോകാനായിട്ട്, അതായത് ഡ്രസ്സ് മാറ്റാനായിട്ട് എഴുന്നേൽക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് മിങ് വരാണ്. എന്നാൽ ജോ പോകാനായിട്ട് നിന്നതും മിങ് അവനെ തടഞ്ഞിട്ട് എവിടെ പോകാമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് നീ എങ്ങനെയാണ് ടോങ്ങിൻ്റെ ഈ ഒരു ഇതിൽ വന്നത്, പിന്നെ നിനക്ക് എങ്ങനെയാണ് ടോങ്ങിൻ്റെ ആ ഒരു ഫൈറ്റ് സീനിൻ്റെ മൂവൊക്കെ അറിയാമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ അത് പിന്നെ ഞാൻ ടോങ്ങിൻ്റെ വലിയ ഫാനാണ്, അവർ ഞാൻ ടോങ്ങിൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഫൈറ്റ് സീനിൻ്റെ മൂവും എല്ലാം അറിയാമെന്നുള്ളതെന്ന് പറയാണ്. കറക്റ്റ് അങ്ങോട്ടേക്ക് ടോങ് വന്നിട്ട് ഇവർ സംസാരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാമോ ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ ഞാൻ മിങ്ങിൻ്റെ അവിടെ ഒരു ആഡിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഈ സമയം മിങ് ടോങ്ങിൻ്റെ അടുത്ത് ടോങ് എനിക്ക് അഭിനയിക്കാനായിട്ട് ഈ ഒരു മൂവിയിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ടോങ് ഉറപ്പായിട്ടും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു റോള് തരാം, നിന്നെ ഞാൻ ആദ്യമേ വിളിച്ചല്ലേ, നീയല്ലേ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, നിനക്കായിട്ടുള്ള റോള് ഉടനെ തന്നെ റെഡിയാക്കാമെന്ന് പറയാണ്. എന്നിട്ട് ടോങ് നീയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് സൂപ്പർ ഹിറ്റാവും എന്നൊക്കെ പറയുന്നുണ്ട്. ജോ ഉള്ളതുകൊണ്ടാണ് ഇപ്പം മിങ് ഇതിൻ്റെ അകത്ത് വന്ന് കയറിയെന്നാണ് തോന്നുന്നത്. മിങ് ഇതിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജോയ്ക്ക് അത് വലിയ കേട്ടപ്പോൾ വലിയൊരു സന്തോഷം തോന്നിയതുമില്ല. അതിനുശേഷം കാണിക്കുന്നത് ജോ പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നതാണ്. ആ സമയം മിങ് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജോ കാണുകയാണ്. അങ്ങനെ ജോ അത് മറങ്ങി നിന്ന് കേൾക്കുകയാണ്. മിങ് സംസാരിച്ചത് ഇതുപോലെ തൻ്റെ വീട്ടിൽ, അതായത് ജോയുടെ വീട്ടിൽ ഒരാൾ കയറിയെന്നും അത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നും ഫിംഗർ പ്രിൻറ്റും സംഭവങ്ങളും എല്ലാം അതുപോലെ തന്നെ അവിടെ ഉണ്ടാകും, ഞാനൊരു സാധനങ്ങളൊന്നും എടുത്ത് മാറ്റി വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നീ വന്ന് അന്വേഷിക്കുക, അത് ആരാന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരാളടുത്ത് പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ എൻ്റെ ദൈവം ഈ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ മറന്നുപോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം മിങ്ങാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ വരാനായിട്ട് പറയാണ്. ജോ അത് കേട്ടപ്പോൾ ഇന്ന് രാത്രിയോ, അയ്യോ മിങ് എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി വീട്ടിൽ പോവാതെ അവനെ പിടിച്ചു വയ്ക്കണം, എന്നാലും എനിക്ക് കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് മിങ്ങിൻ്റെ മാനേജർ വരുന്നുണ്ടായിരുന്നു. ജോ ഇങ്ങനെ ഒളിച്ചിരുന്ന് കേൾക്കുന്ന കണ്ടിട്ട് മിങ്ങിൻ്റെ മാനേജർ നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം മിങ്ങും കോൾ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വരാണ്. അതേസമയം അവിടെ തന്നെ ടോങ്ങിൻ്റെ മാനേജറും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ജോ അങ്ങനെ എന്താ പറയേണ്ടതെന്ന് ഇങ്ങനെ അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന ടൈമിന് അവൻ പെട്ടെന്നൊരു കള്ളത്തരം ആലോചിച്ചെടുത്തിട്ട് അത് പിന്നെ മിങ്ങിൻ്റെ അടുത്ത് ക്രൂവിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരുടെ ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. അത് ചോദിക്കാനായിട്ട് ഞാൻ വന്നതാണെന്ന് പറയാണ്. ആ സമയം ടോങ് പാർട്ടിയോ, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ടോങ് വാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാർട്ടിക്കും എൻ്റെ ട്രീറ്റ് എന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാവരും ഒരു ക്ലബ്ബിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജോ ആണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഡ്രിങ്ക് ചെയ്യുന്ന ടൈമിൽ മിങ്ങ് നോക്കിയപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ജോയിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ആ പയ്യൻ ജോയിൻ്റെ അടുത്ത് നമുക്ക് രണ്ടുപേർക്കും വേറെ എവിടെയെങ്കിലും പോയി സംസാരിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ടിട്ട് മിങ്ങ് ഭയങ്കരമായിട്ട് ജലസ് ആകുന്നുണ്ട്. എന്നാലും അവൻ മര്യാദയ്ക്ക് ഇരിക്കുകയാണ്. എന്നാൽ ആ പയ്യൻ വീണ്ടും വീണ്ടും ക്ലോസ് ആകുന്ന കണ്ടിട്ട് മിങ്ങിന് സഹിക്കാതെ അവൻ ചെന്ന് ജോയിനെ വിളിച്ച് അവൻ്റെ അടുത്തേക്ക് കൊണ്ടിരുത്താണ്. ആ സമയം ടോങ് ഇവനെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടിരുത്തിയെന്ന് വെച്ചപ്പോൾ പെട്ടെന്ന് ജോ ആണെങ്കിൽ അത് പിന്നെ നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിങ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഡ്രിങ്ക്സ് ഒഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ജോ എല്ലാവർക്കും ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. മിങ്ങിന് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിന് മിങ്ങിൻ്റെ മാനേജർ വേണ്ട ഒഴിക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ മിങ്ങാണെങ്കിൽ മാനേജറിനെ തടഞ്ഞിട്ട് ജോയിൻ്റെ അടുത്ത് ഒഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒഴിക്കുന്നതിന് താങ്ക്സും പറയുന്നുണ്ട്. അതിനുശേഷം ഇവരെല്ലാവരും ഒന്ന് ഡ്രിങ്ക് ചെയ്യാണ്. എന്നാൽ ജോ മനഃപൂർവ്വം വളരെ കുറച്ച് മാത്രമേ ഡ്രിങ്ക് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള എല്ലാവർക്കും ഇവനിങ്ങനെ ഡ്രിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മിങ്ങും ഇവൻ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വേണ്ടാന്നൊന്നും പറയുന്നില്ല, വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ മിങ്ങ് തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല, ഇന്ന് തെളിവുകളൊന്നും കണ്ടുപിടിക്കാൻ പാടില്ല, മിങ്ങിനെ എങ്ങനെയെങ്കിലും പോകാതെ തടഞ്ഞു വയ്ക്കണം, എന്നിട്ട് അവനെ പോയി തെളിവ് നശിപ്പിക്കണം, ഇതാണ് അവൻ്റെ പ്ലാൻ. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ടോങ്ങിൻ്റെ മാനേജറും ഡയറക്ടറും ഒക്കെ ഞങ്ങൾ പോകാൻ തുടങ്ങിയിട്ട് അവിടെ നിന്ന് പോവാണ്. ഈ ഒരു ടൈമിൽ ടോങ്ങിന് നമ്മുടെ മിങ്ങിൻ്റെ സിസ്റ്റർ, അതായത് അവൻ്റെ ടോങ്ങിൻ്റെ വൈഫിൻ്റെ കോൾ വരാണ്. അങ്ങനെ അവനാണെങ്കിൽ സംസാരിക്കാനായിട്ട് അവനും അങ്ങ് പോവാണ്. അതിനുശേഷം പിന്നെ മിങ്ങും ജോയി മാത്രമേ അവിടെ ഉള്ളൂ. ജോ അപ്പോഴും മിങ്ങിനിങ്ങനെ കുടിക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് മിങ്ങിൻ്റെ ബോധമെല്ലാം പോയി അവനോട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഈ ഒരു ടൈം കൊണ്ട് മിങ്ങിൻ്റെ മാനേജർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജോയിൻ്റെ അടുത്ത് മിങ്ങിന് ഡ്രിങ്ക് ചെയ്യാൻ കൊടുക്കണ്ടായിരുന്നു, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ കൊടുക്കണ്ടാന്ന്, ഇപ്പം നോക്കിക്കേ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജോ ആണെങ്കിൽ ഐ ആം സോറി, മിങ്ങിന് കുറേ വർക്കൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ ഡ്രിങ്ക് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് നമ്മുടെ മിങ്ങിൻ്റെ മാനേജർ ശരി ഒരു കാര്യം ചെയ്യാം, ഞാൻ മിങ്ങിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുപോകാം, പക്ഷേ നീയും കൂടെ മിങ്ങിനെ കൊണ്ടുപോകാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണം, തിരിച്ച് ഞാൻ കാറിൽ നിന്നെ വീട്ടിൽ കൊണ്ട് വിട്ടോളാം എന്ന് പറയാണ്. ഈ ടൈമിൽ ജോ ആണെങ്കിൽ പക്ഷേ എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ മിങ്ങിൻ്റെ മാനേജർ മര്യാദയ്ക്കൊന്ന് മിങ്ങിനെ പിടിക്കാനായിട്ട് പറയാണ്. അങ്ങനെ അവരുടെ നേരെ മിങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്നതും നമ്മുടെ മിങ്ങും ജോയും കൂടെ ആയിട്ട് സോഫയിലേക്ക് ചെന്ന് വീഴുന്നുണ്ട്. ആ ഒരു ടൈമിന് നമ്മുടെ മിങ്ങ് ഡ്രിങ്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ജോ എന്ന് വിളിച്ചിട്ട് ആ ജോയിനെ വിടാതെ പിടിച്ച് വെച്ച് ഇവനെ കിസ് ചെയ്യുന്നുണ്ട്. ഇവർ കിസ് ചെയ്ത് കണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ ചെന്ന് കയറാതെ നമ്മുടെ
മിങ്ങിൻ്റെ മാനേജർ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഓ എന്നൊക്കെ വിളിച്ച് കിസ് ചെയ്തിട്ട് അവൻ്റെ അടുത്ത് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ടൈം മിങ്ങിൻ്റെ ബോധം പോവാണ്. അങ്ങനെ ജോ മിങ്ങിനെ എഴുന്നേൽപ്പിച്ച് റൂമിലൊക്കെ കൊണ്ടു കിടത്താണ്. കിടത്തിയ ശേഷം മിങ് ഇവനെ ഇങ്ങനെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ജോ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് പോകാനായിട്ട് എഴുന്നേൽക്കുന്ന ടൈമിൽ ഇവൻ കണ്ണാടി നോക്കുന്ന ടൈമിൽ അവൻ ജയിക്കിനെയായിരുന്നു കാണുന്നത്. ആ സമയം അവനാണെങ്കിൽ ഓ മിങ് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് ഏതെങ്കിലും ജോയിനെ ആയിരിക്കും, പക്ഷേ അത് നീയല്ല, നീ എന്താണോ മനസ്സിൽ വിചാരിച്ചിരുന്നത് നീ അത് പോയി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മനസ്സ് വീണ്ടും മിങ്ങിലേക്ക് കൊണ്ട് അടുപ്പിക്കാതെ അതിൽ നിന്ന് ഡൈവേർട്ടാക്കിയിട്ട് അവൻ്റെ പ്ലാൻ പോലെ തന്നെ നേരെ അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അവൻ തൊടുകയൊക്കെ ചെയ്ത എല്ലാ സാധനങ്ങളും ഇവ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഫിംഗർ പ്രിൻറ്റ്സ് പോകാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു കപ്പിൾസ് കപ്പ് ഡ്രോയറിൽ നിന്ന് അവൻ എടുത്ത് നോക്കുന്നുണ്ട്. അത് നോക്കിയ ശേഷം അവനാണെങ്കിൽ ഓ വീണ്ടും നീ മിങ്ങിലേക്ക് അടുക്കല്ലേ, നീ ഒരിക്കലും അവനിലേക്ക് അടുക്കരുത്, നീ നിൻ്റെ കണ്ണ് തുറന്ന് നോക്ക്, അവന് ടോങ്ങിനെയാണ് ഇഷ്ടം, നിന്നെ അല്ല ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവനെ സ്വയം ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച ശേഷം ആ ഒരു കപ്പ് എറിഞ്ഞ് പൊട്ടിക്കാനായിട്ട് പോവാണ്. എന്നാൽ അവൻ പൊട്ടിക്കാതെ ആ കപ്പ് അവൻ പിടിച്ചുകൊണ്ട് തന്നെ അതിലെ ഫിംഗർ പ്രിൻറ്റ്സും തുടച്ചിട്ട് അവൻ അവിടെ തിരിച്ചു വയ്ക്കുകയാണ്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും അവനിങ്ങനെ സെർച്ച് ചെയ്ത് എല്ലാം നോക്കി ശരിയാക്കിയിട്ട് അവൻ പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം മിങ് പറഞ്ഞ ഒരാൾ, അതായത് മിങ് വിളിച്ച ഒരാളാണെങ്കിൽ ഈ ഫിംഗർ പ്രിൻറ്റ്സും കാര്യങ്ങളെല്ലാം അന്വേഷിക്കാനായിട്ട് ഈ റൂമിലേക്ക് വന്നിട്ട് എല്ലാം ഇങ്ങനെ നോക്കുന്ന ടൈമിൽ എല്ലാം അലങ്കോലമായിട്ട് കിടപ്പുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് നമ്മുടെ ജോ അവിടെ വന്ന സമയത്ത് ഇത്രയും സാധനങ്ങളൊന്നും അലങ്കോലമായിട്ട് കിടപ്പുണ്ടായിരുന്നില്ല. സെക്കൻഡ് വന്നപ്പോൾ ജോ കുറേ കാര്യങ്ങൾ അലങ്കോലമാക്കി ഇട്ടു. അപ്പോൾ അയാൾ സെർച്ച് ചെയ്ത ശേഷം മിങ്ങിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീ ആദ്യം വന്ന സമയത്ത് ഇത്ര സാധനങ്ങളൊന്നും അലങ്കോലമായിട്ട് കിടപ്പില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം മിങ് ഇല്ലായിരുന്നു, ഇത്രയും സാധനമൊന്നും അലങ്കോലമായിട്ട് ഇല്ലായിരുന്നു എന്നൊക്കെ പറയാണ്. ആ സമയം അയാൾ എങ്കിൽ അതിൻ്റെ അർത്ഥം അന്ന് വന്ന ആ കള്ളൻ ഇന്നലെ വീണ്ടും വന്നിട്ടുണ്ട്, തെളിവ് നശിപ്പിക്കാനായിട്ട് വന്നതാണ്, നമ്മളെ കൺഫ്യൂഷനാക്കാനായിട്ട് ആണ് ഇത്രയും ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അയാളാണെങ്കിൽ മിങ്ങിൻ്റെ അടുത്ത് പിന്നെ ആ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആയത് അത് ഇടിച്ച് പൊളിച്ചിട്ടോ ഒന്നുമല്ല, സാധാ നോർമലായിട്ടാണ് തുറന്നേക്കുന്നത്. ഒരുപക്ഷെ അയാളിൽ എന്തെങ്കിലും ടെക്നോളജി മോഡേണായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കും ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ ഈ ഒരു വീടിൻ്റെ സ്പെയർ കീ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. ഈ ടൈമിങ് സ്പെയർ കീ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ആരാ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം മിങ്ങിൻ്റെ മാനേജറാണെങ്കിൽ മിങ്ങിനെ വിളിക്കുകയാണ്. ആ സമയം മിങ് നീ ജോയിനെ കോൺടാക്ട് ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ മിങ്ങിൻ്റെ മാനേജർ കോൺടാക്ട് ചെയ്തു, പക്ഷേ ജോ ഫോൺ എടുക്കുന്നില്ല, ഒരു പക്ഷേ ഇന്നലെ രാത്രി ഇല്ലാത്ത കാര്യം കൊണ്ടായിരിക്കും എന്ന് പറയാണ്. ആ സമയം മിങ് ഇന്നലെ രാത്രി എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. മിങ് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി സംഭവിച്ചതെന്ന് അവന് ഓർമ്മയില്ല. ആ സമയം മിങ്ങിൻ്റെ മാനേജർ അതൊന്നുമില്ല, ഞാൻ ജോയിനെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അവനെ കോൾ ചെയ്യാണ്. ഈ ഒരു ടൈമിന് ജോയിനെ കാണിക്കുമ്പോൾ ജോ വന്ന കോൾ കട്ട് ചെയ്യാണ്. അവനിപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അവൻ കോൾ കട്ട് ചെയ്തിട്ട് അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ ആക്ച്വലി ചെക്കപ്പ് ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല, സേഫാണ്, പക്ഷേ കിഡ്നിയുടെ ഫങ്ഷനിങ്ങിന് പ്രോബ്ലം ഉണ്ട്, ഡയാലിസിസ് ചെയ്യേണ്ടി വരും, വേണമെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യാം, അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല, നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഡയാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാഫ് നേഴ്സിനെ ഒന്ന് അറിയിച്ചേക്കാനായിട്ട് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഒട്ടും സോളും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. ഈ ഒരു ടൈമിന് സോളാണെങ്കിൽ തിരിച്ച് പോകുന്നതിനെ പറ്റി ഒന്നും തന്നെ പറയാത്തതുകൊണ്ട് തന്നെ ഒട്ടാണെങ്കിൽ നിനക്ക് തിരിച്ച് കൊറിയയിൽ പോയിട്ട് വർക്ക് ചെയ്തൂടെ, നീ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം സോളാണെങ്കിൽ ഞാനിവിടെ വന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് പോകാമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ നമ്മുടെ ജോയുടെ വീട്ടിൽ കള്ളൻ കയറിയില്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഇല്ലേ, അതൊക്കെ കണ്ടുപിടിക്കണ്ടേ, ജോയ്ക്കൊരു പ്രശ്നം ഉണ്ടായി ഇവിടെ നിൽക്കുമ്പോൾ ഞാനെങ്ങനെ തിരിച്ചു പോകാനാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് നാളും കൂടെ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയാണ്. ആ സമയം വിട്ട് അപ്പോൾ പിന്നെ നിനക്ക് ഇവിടെ വെച്ച് ഏതെങ്കിലും മ്യൂസിക് വീഡിയോയോ എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാനായി പറയാണ്. ആ സമയം സോളാണെങ്കിൽ ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്. ആ ടൈം വിട്ടാണെങ്കിൽ നീ അങ്ങനെ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് അഭിനയിക്കാൻ ഞാനൊരാളെ തരാമെന്ന് പറയാണ്. ആ സമയം സോളാണെങ്കിൽ പുതിയതായിട്ട് വന്ന ആ ഒരു സ്റ്റണ്ട്മാനായിട്ടുള്ള ജോ ആണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം വിട്ട് അതെ, അവൻ നമ്മുടെ ശരിക്കുള്ള ജോ അല്ല എന്ന് എനിക്കറിയാം, പക്ഷെ അവനെ കാണുമ്പോൾ നമ്മുടെ ജോ ആണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം സോള് ആരും നമ്മുടെ ജോയിനെ പോലെ അല്ല, ഒരിക്കലും ആർക്കും അങ്ങനെ ആവാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ഈ ഒരു ടൈമിന് ഒരു പെങ്കൊച്ച് വന്നിട്ട് ജോയ്ക്ക് നിങ്ങളെ മീറ്റ് ചെയ്യണോ ഉട്ടിനോട് പറയാണ്. ഉട്ടാ സമയം ഞാനും അവനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, അവൻ്റെ അടുത്തേക്ക് അകത്തേക്ക് വരാനായിട്ട് പറയാണ്. അങ്ങനെ ജോ അകത്തേക്ക് വരാണ്. ഈ ടൈമിന് സോളിൻ്റെ അടുത്താണെങ്കിൽ ഉട്ട് ദേ ഇതാണ് ജോ എന്ന് പറഞ്ഞിട്ട് ജോയിൻ്റെ അടുത്ത് ഒന്ന് തിരിഞ്ഞൊക്കെ ഒന്ന് നിന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് പറയാണ്. അങ്ങനെ ജോ ഫുള്ളിങ്ങനെ തിരിഞ്ഞൊക്കെ ഇങ്ങനെ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയം ഉട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇല്ലേ, നമ്മുടെ പഴയ ജോയിനെ പോലെ തന്നെ ഇല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം സോള് ഒരുവിധം അതുപോലെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ എക്സ്പ്രഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ജോയിയുടെ അടുത്ത് നിനക്ക് സോളിനെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ജോ ആണെങ്കിൽ എനിക്ക് മനസ്സിലായി, സോള് ഫേമസ് ആണല്ലോ എന്നൊക്കെ പറയാണ്. ആട്ടിന് വിട്ട് സോളൊരു മ്യൂസിക് വീഡിയോ ചെയ്യാൻ പോവാണ്, അതിൽ നിന്നെ അഭിനയിപ്പിക്കാനതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സോളിനോട് സംസാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയാണ്.
അപ്പോൾ ആണെങ്കിൽ ഇവനിപ്പോൾ റോളൊന്നും ഇല്ല, ഞാൻ നോക്കട്ടെ ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോയും താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ സോളാണെങ്കിൽ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് പോവാണ്. ഈ സമയം ഒട്ട് ജോയുടെ അടുത്ത് നീ എന്നെ കാണാൻ വന്നത് എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ അമ്മയുടെ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇന്നലെ കിട്ടി, അമ്മയ്ക്ക് കിഡ്നി ഫെയിലറാണ്, അമ്മയ്ക്ക് എല്ലാ മാസവും ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വരും, ഇനി ജീവിതകാലം മൊത്തം ഡയാലിസിസ് ചെയ്യേണ്ടി വരും എന്ന് പറയാണ്. ആ സമയം ഒട്ടാണെങ്കിൽ ഓ അപ്പോൾ അതുകൊണ്ടാണല്ലേ പൈസയ്ക്ക് വേണ്ടിയിട്ട് നീ ടോങ്ങിൻ്റെ സ്റ്റാൻഡിലാവാൻ പോയെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ നിങ്ങൾക്കത് ഓൾറെഡി അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഒട്ട് അതിന് മറുപടി കൊടുക്കാതെ നിൻ്റെ അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിന് മുമ്പേ എന്നോടൊന്ന് ചോദിക്കണമെന്ന് പറഞ്ഞതല്ലേ, നീ എന്തിനാ ടോങ്ങിൻ്റെ സ്റ്റാൻഡിനാവാൻ പോയത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ, നീ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കുഴപ്പമില്ല, ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ട്, ആ ഒരു പൈസ നീ എടുത്തോളാനായിട്ട് പറയാണ്. ആ സമയം ജോ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒട്ടാണെങ്കിൽ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, ടോങ്ങിൻ്റെ സ്റ്റാൻഡിനല്ലേ നീ ഇപ്പോൾ, ടോങ്ങിൻ്റെ സ്റ്റാൻഡിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിനക്ക് സാലറി കിട്ടാൻ തുടങ്ങുന്നതിന് മുമ്പേ നിനക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തൊന്ന് മടിക്കാതെ ചോദിക്കണം, പിന്നെ സോളിൻ്റെ മ്യൂസിക് വീഡിയോയിലും നിന്നെ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം, അപ്പോൾ അതിൽ നിന്ന് നിനക്ക് ക്യാഷ് കിട്ടുമല്ലോ എന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ താങ്ക്സ് പറയുന്നുണ്ട്. അതിനുശേഷം ജോ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ അവൻ്റെ അമ്മയെ കാണാനായിട്ട് ചെയ്യലാണ്. അങ്ങനെ അവിടെ ചെന്ന് അമ്മയോട് സംസാരിക്കുന്ന ടൈമിന് അമ്മ ടെസ്റ്റിന് റിസൾട്ട് വന്നു, അമ്മയ്ക്ക് എന്താണ് പ്രശ്നം എന്നിങ്ങനെ പറയാനായിട്ട് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് അമ്മയാണെങ്കിൽ ഞാൻ നേഴ്സിനോട് ചോദിച്ചു, ഞാൻ ഓൾറെഡി അറിഞ്ഞു എന്നൊക്കെ പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ തൻ്റെ അമ്മയുടെ കിഡ്നി ഫെയിലായി എന്ന് അമ്മ മനസ്സിലാക്കി എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അവൻ അമ്മയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ സമയം അമ്മയാണെങ്കിൽ ഈ ലോകത്ത് എത്രയോ രോഗങ്ങളുണ്ട്, എന്നാൽ എനിക്ക് വന്നത് ഏറ്റവും പൈസ ചിലവുള്ളൊരു രോഗമാണല്ലോ, ഡയാലിസിസ് ചെയ്യാനായിട്ട് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോ ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. എന്നിട്ട് അതിന് അമ്മയാണെങ്കിൽ ഇത്രയും നാൾ ഞാൻ നിന്നെ നോക്കി, നീ കോമയിൽ നിന്ന് പുറത്ത് വന്നു, നിനക്കിപ്പോൾ നല്ലൊരു ജോലിയുണ്ട്, നീയാണെങ്കിൽ പൈസ എല്ലാം നിനക്ക് വേണ്ടി സേവ് ചെയ്യണം, എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നോക്കാനായിട്ടിരിക്കേണ്ട, നീ ഇപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുകയല്ലേ, നീ അതുകൊണ്ട് പൈസയൊക്കെ ചിലവാക്കി എന്നെ ചികിത്സിക്കാൻ നിൽക്കണ്ട, ഞാനിപ്പോൾ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പി ആയിട്ട് ഇവിടെ നിന്ന് പോകാൻ തയ്യാറാണെന്ന് പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, എന്നെ വിട്ടിട്ട് പോകാൻ പോവാണെന്നോ, അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്, അമ്മേനെ ചികിത്സിക്കുന്നതിൽ എനിക്കൊരു വിഷമമില്ല, അമ്മ ജീവിതകാലം മൊത്തം എൻ്റെ കൂടെ വേണ്ടേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ജോ ആണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പുറത്തോട്ടൊക്കെയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ ടോങ്ങിൻ്റെ പ്രൊഡക്ഷൻ ടീമിനെ കോൾ ചെയ്തിട്ട് ഇതുപോലെ എനിക്ക് തരാനുള്ള സാലറി കുറച്ച് നേരത്തെ തരാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതേ ടൈമിന് മിങ്ങാണെങ്കിൽ അവൻ ജോ നിൽക്കുന്നതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഒരു കാറിലിരുന്നിട്ട് ജോയിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം നമ്മുടെ മിങ്ങിൻ്റെ മാനേജറാണെങ്കിൽ ജോയുടെ അമ്മയ്ക്ക് കിഡ്നി ഫെയിലറാണ്, എല്ലാ മാസവും ഡയാലിസിസ് ചെയ്യേണ്ടി വരും, മാസത്തോളം 20,000 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജോയുടെ സിറ്റുവേഷൻ എന്താണെന്ന് മിങ്ങിന് മനസ്സിലാവാണ്. ഇതേ തന്നെ ജോ ആണെങ്കിൽ നമ്മുടെ ടോങ്ങിൻ്റെ പ്രൊഡക്ഷൻ ടീമിനോട് സംസാരിച്ചപ്പോൾ അവർ സാലറി നേരത്തെ കൊടുക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ജോ ഇപ്പോൾ വിഷമിച്ചിരിക്കുകയാണ്. അവൻ എന്തിനായിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന ടൈമിന് അവൻ്റെ നേരെ ഒരു കാറ് വരാണ്. തൊട്ടടുത്തെത്തിയതും ഈ കാറ് ഹോൺ അടിക്കുകയാണ്. ആ ടൈമിൽ പെട്ടെന്ന് ജോ പേടിച്ചിട്ട് താഴേക്ക് വീഴാണ്. ആ ടൈമിൽ ഒരു പയ്യൻ വന്നിട്ട് അവനെ എഴുന്നേൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. നോക്കിയപ്പോൾ അത് മറ്റാരുമല്ല, സോളായിരുന്നു. സോൾ എന്നിട്ട് ജോയിനെ കണ്ടിട്ട് എനിക്ക് എന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഞാൻ സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ജോ സമ്മതിച്ചിട്ട് സോളും ജോയും കൂടെ സോളിൻ്റെ കാറിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ആ ടൈമിൽ സോളാണെങ്കിൽ നേരത്തെ ഉട്ടിൻ്റെ അടുത്ത് വെച്ച് സംസാരിക്കുന്ന ടൈമിന് നിൻ്റെ അമ്മയുടെ കണ്ടീഷനെ പറ്റി എന്നോട് പറയാത്തെന്താണെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ അത് പിന്നെ നിങ്ങളെ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തോ എൻ്റെ അടുത്തൊരു ഇഷ്ടക്കേടുള്ള പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയം സോളാണെങ്കിൽ എന്ത് പറ്റി, ഞാൻ നിന്നെ കളിയാക്കും, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചിട്ടാണോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോ ആണെങ്കിൽ അതൊന്നും വിചാരിച്ചിട്ടല്ല, നിങ്ങൾ നല്ലൊരാളാണ്, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും, പിന്നെ എൻ്റെ അമ്മയുടെ കണ്ടീഷൻ ഓർത്തിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും നിങ്ങൾ എന്നെ ആ ഒരു മ്യൂസിക് വീഡിയോയിൽ അഭിനയിക്കാനായിട്ട് കയറ്റൂ എന്ന് പറയാണ്. ആ ടൈമിൽ സോള് ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ജോ ആണെങ്കിൽ അതിന് കാരണം നിങ്ങളൊരു നല്ലൊരാളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ സോളാണെങ്കിൽ നീ ജോയിനെ പോലെ തന്നെയാണ്, പിന്നെ എനിക്ക് നിൻ്റെ അടുത്ത് ഇഷ്ടക്കേടൊന്നുമില്ല, എനിക്ക് ആദ്യം ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു, അതിന് കാരണം നീയാണെങ്കിൽ പഴയ ജോയിനെ പോലെ ആയിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ പഴയ ജോ ആണെങ്കിലും അവനായാലും അവൻ്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാൻ വരത്തില്ല, കാരണം അവൻ ആരുടെ അടുത്തൊന്നും ഹെൽപ്പ് ചോദിക്കാൻ പോകത്തില്ല, അവൻ ഒറ്റയ്ക്ക് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട് പോവും, അവൻ ഒരിക്കലും എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാൻ വന്നിട്ടില്ല, അവനെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കി അവൻ്റെ പേര് ബ്ലാക്ക് ലിസ്റ്റിൽ വന്നപ്പോൾ പോലും അവൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല എന്ന് പറയാണ്. ഈ ടൈമിൽ ജോ ആണെങ്കിൽ അതൊരു പക്ഷേ നിന്നെയും കൂടെ പ്രശ്നത്തിലാക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ജോ അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഈ ടൈമിന് ജോ ആണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും, പിന്നെ നിന്നെ കണ്ട ജോയിനെ പോലെ തന്നെയുണ്ട്, നീയും അവനും ഒരുപോലെയാണെന്ന് എനിക്കും ഇപ്പോൾ തോന്നുന്നുണ്ടെന്നൊക്കെ പറയാണ്.
അതിൻ്റെ കൂടെ നിൻ്റെ അമ്മയ്ക്ക് ചികിത്സയ്ക്ക് എത്ര രൂപയാണ് വേണ്ടത്, ആ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജോ ആണെങ്കിൽ അതൊന്നും വേണ്ട, നമ്മളിപ്പോൾ മീറ്റ് ചെയ്തതല്ലേ ഉള്ളൂ, എനിക്ക് പൈസയൊന്നും വേണ്ടാന്ന് പറയാണ്. ആ സമയത്ത് സോളാണെങ്കിൽ എനിക്കങ്ങനെ തോന്നുന്നില്ല, നമ്മൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്തതെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല, നമ്മൾ മുമ്പേ കുറേ വർഷം കണ്ടിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു രീതിയിൽ സോൾ പറയാണ്. അതിനുശേഷം സോൾ എനിക്ക് മറ്റൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് പിന്നെ കാണാമെന്ന് പറയാണ്. ആ ടൈമിന് ജോ ആണെങ്കിൽ പിന്നെ കാണാമെന്ന് എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചപ്പോൾ സോള് എൻ്റെ മ്യൂസിക് വീഡിയോയിൽ അഭിനയിക്കാനായിട്ട് ഞാൻ നിന്നെ സെലക്ട് ചെയ്തു, നോ പറയാൻ പറ്റത്തില്ല, നീ വരണം, നമുക്കപ്പോൾ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോയും താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ ജോ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സോൾ അവിടെ നിന്ന് പോവാണ്. ഇരുട്ടന് മിങ്ങിപ്പോഴും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു. അങ്ങനെ ജോ കാറിൽ നിന്ന് പുറത്തിറങ്ങി സോള് പോയി കഴിഞ്ഞതും മിങ്ങാണെങ്കിൽ ജോയിനെ കോൾ ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്, എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരാനായിട്ട് പറയാണ്. ആട്ടെ ജോ, ഞാൻ കുറച്ച് ബിസിയാണ്, പിന്നെ കാണാൻ പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്യാണ്. ഇട്ടേന് തൻ്റെ കോൾ കട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ മിങ്ങാണെങ്കിൽ ജോയിനൊന്ന് നോക്കിയ ശേഷം ജോ നടന്നു പോകുന്ന കണ്ടിട്ട് പെട്ടെന്ന് തന്നെ മാനേജറിൻ്റെ അടുത്ത് കാറ് കൊണ്ട് ജോയിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി ബ്ലോക്ക് ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ മിങ്ങിൻ്റെ മാനേജർ ജോ നടന്നു പോയപ്പോഴത്തേക്കും കാറ് അവൻ്റെ നേരെ മുന്നിൽ കൊണ്ട് നിർത്താണ്. മിങ്ങിനെ കണ്ടതും ജോ ആണെങ്കിൽ മിങ് എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയം മിങ് നീ വീട്ടിൽ പോയല്ലേ, ഞാൻ നിന്നെ കൊണ്ടുവിടാം, ഒന്ന് കാറിൽ കയറാൻ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കാറിലേക്ക് അങ്ങ് വീട്ടിൽ ചെല്ലാണ്. വീട്ടിലെത്തി കഴിഞ്ഞത് മിങ്ങും ജോയുടെ കൂടെ അവൻ്റെ വീട്ടിൽ ഇറങ്ങാണ്. ആ സമയം ജോ ആണെങ്കിൽ നിങ്ങൾ എന്നെ വീട്ടിൽ വരെ കൊണ്ടുവിട്ടു, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഇവരുടെ നടന്ന് വീട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. മിങ്ങിനെ വീടിൻ്റെ അകമൊക്കെ നോക്കിയ ശേഷം ജോയിൻ്റെ അടുത്ത് അന്ന് ഞാൻ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്ന രാത്രി എന്നെ കൊണ്ടുവിട്ടത് നീയാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ഞാൻ പിന്നെ നിങ്ങളുടെ മാനേജർ കൂടെ ചേർന്നിട്ടാണ് നിങ്ങളെ കൊണ്ടുവിട്ടതെന്ന് പറയാണ്. ആ സമയം മിങ്ങ് അതല്ല ഉദ്ദേശിച്ചത്, എന്നെ ബെഡിൽ കൊണ്ട് കിടത്തിയത് നീയാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ നിങ്ങൾ ഒരുപാട് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു, സോ ഞാൻ നിങ്ങളെ ബെഡിൽ കൊണ്ട് കിടത്തി അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയെന്ന് പറയാണ്. ആ സമയം മിങ്ങ് അന്ന് രാത്രി ഞാൻ നിൻ്റെ അടുത്ത് എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ എനിക്ക് ഓർമ്മയില്ല, ഞാനും ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ആ സമയം പെട്ടെന്ന് മിങ്ങ് ജോയിനെ കിസ് ചെയ്യാണ്. ആ സമയം ജോ മിങ്ങിനെ തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം മിങ്ങ് അല്ല അന്ന് രാത്രി ഞാൻ നിന്നെ കിസ് ചെയ്തല്ലോ, അതെന്തിനാണ് ഞാൻ നിന്നെ കിസ് ചെയ്തത് എന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്ന് കിസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവർ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ചെല്ലാണ്. ഈ ഒരു ടൈമിന് നമ്മുടെ ജോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ സമയം മിങ്ങാണെങ്കിൽ നിനക്ക് ഫേമസ് ആവണോ, നിനക്ക് ഏത് റോളാണ് അഭിനയിക്കേണ്ടത്, നിനക്ക് ഏത് പ്രൊഡക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യേണ്ടത്, എൻ്റെ അടുത്ത് പറ, അതെല്ലാം ഞാൻ നിനക്ക് തരാം, അതിന് പകരമായിട്ട് എൻ്റെ കൂടെ വന്ന് താമസിക്കാനായിട്ട് ജോയിൻ്റെ അടുത്ത് പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം മിങ്ങാണെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കറിയാമെന്നുള്ള ഒരാളെ പോലെയാണ് നിന്നെ കാണാനുള്ളതെന്ന് പറയാണ്. ആ ടൈമിന് ജോയിന്, അതായത് നമ്മുടെ ശരിക്കുള്ള ജോയിനെയാണ് മിങ് ഉദ്ദേശിച്ചത് നമ്മുടെ ജോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ടൈമിന് മിങ് അവൻ ഒരുമിച്ചുണ്ടായിരുന്നതും പിന്നെ സ്റ്റാൻഡിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതും നമ്മുടെ മിങ്ങാണെങ്കിൽ ജോയിൻ്റെ അടുത്ത് നീ വെറും ഒരു സ്റ്റാൻഡിനാണെന്ന് പറഞ്ഞ് കളിയാക്കിയതും അങ്ങനെ ഓരോരോ ഫ്ലാഷ് ബാക്കായിട്ട് നമ്മുടെ ജോയുടെ മൈൻഡിൽ ഇങ്ങനെ വരാണ്. അങ്ങനെ അതൊക്കെ ആലോചിച്ചിട്ട് ജോ ആണെങ്കിൽ മിങ്ങിൻ്റെ കോളറിൽ പിടിക്കുകയാണ്. അതിനുശേഷം പതുക്കെ പിടിവിട്ടിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയാണ്. അങ്ങനെ മിങ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പോകുന്ന ടൈമിന് മിങ്ങാണ് എൻ്റെ മാനേജറിൻ്റെ അടുത്ത് ഇവനെ കാണാൻ അവനെ പോലെ തന്നെ ഉണ്ട്, അവനെ പോലെ തന്നെയാണ് ഇവരെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഈ ഒരു സമയം ജോ ആണെങ്കിൽ ഓരോ കാര്യങ്ങളിൽ ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിക്കുന്ന ടൈമിന് ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചതും ഈ ഒരു രോഗം മാറ്റാൻ പറ്റില്ല, എപ്പോഴും ഡയാലിസിസ് ചെയ്താലേ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ഈ ഒരു അസുഖത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകത്തുള്ളൂ, നോർമലായിട്ട് ജീവിക്കാം, പക്ഷേ എപ്പോഴും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞതും അമ്മയുടെ വയ്യാതെ നടക്കുന്ന അവസ്ഥയും എല്ലാം ഇവൻ്റെ മൈൻഡിൽ വരാണ്. അങ്ങനെ ആ ഒരു ഓഫർ, അതായത് മിങ് പറഞ്ഞ ആ ഒരു ഓഫർ സ്വീകരിക്കാമെന്ന് വിചാരിച്ചിട്ട് മിങ് പോകാൻ നിൽക്കുന്ന ടൈമിന് കറക്റ്റ് മിങ്ങിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ജോ ആണെങ്കിൽ എനിക്കൊന്ന് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ ശേഷം അവൻ്റെ അടുത്ത് എനിക്ക് നിങ്ങൾ 5 മില്യണും പിന്നെ എൻ്റെ അമ്മയ്ക്ക് താമസിക്കാനായിട്ടൊരു വീടും തന്നു കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കാം, 1 വർഷത്തെ എൻ്റെ ലൈഫ് ഞാൻ നിനക്ക് തരാമെന്ന് പറയാണ്. ആ സമയം മിങ് നിനക്ക് അത്രയും വിലയുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജോ ആണെങ്കിൽ നിനക്കെന്താ തോന്നുന്നത് തിരിച്ച് മിങ്ങിനോട് ചോദിക്കുകയാണ്. ആ സമയം മിങ് ജോയിനെ കിസ് ചെയ്തിട്ട് ഇതൊക്കെ അങ്ങ് ശീലമാക്കിക്കോ, 1 വർഷം കിടക്കുകയല്ലേ, പലതും ഇനി കാണാൻ കിടപ്പുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവാണ്. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.